പെരുമ്പാവൂരിൽ നിന്ന് 51 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതിയെ പശ്ചിമ ബംഗാളിലെത്തി പിടികൂടി പോലീസ്. പശ്ചിമ ബംഗാൾ സ്വദേശി അസം ഷൈഖാണ് പിടിയിലായത്. പെരുമ്പാവൂർ തെക്കേ വാഴക്കുളത്ത് വാടകയ്ക്കെടുത്ത വീട്ടിലെ കിടപ്പുമുറിയിൽ 51 കിലോ കഞ്ചാവ് സൂക്ഷിച്ച കേസിലാണ് അറസ്റ്റ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. താമസിക്കാനെടുത്ത വാടക വീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പനയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തെക്കേ വാഴക്കുളത്തെ വീട് പരിശോധിച്ചപ്പോൾ 51 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. കിടപ്പുമുറിയിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു കഞ്ചാവ്. പോലീസിന്റെ പരിശോധനയ്ക്കിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മറ്റൊരാളെയും പിടികൂടി. എന്നാൽ കേസിലെ മൂന്നാം പ്രതിയും മുഖ്യ കണ്ണിയുമായ അസ്ലം ഷെയ്ഖ് ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി പോനാശ്ശേരിയിൽ താമസിച്ചു വരുന്ന അസ്ലം ഷെയ്ഖാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് കഞ്ചാവ് കേരളത്തിൽ എത്തിച്ചിരുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന വിവിധ സംഘങ്ങളുടെ ഇടനിലക്കാരനായാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. പശ്ചിമബംഗാളിലെ ലഹങ്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹുക്കാറോ ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പെരുമ്പാവൂർ തടിയിട്ടപറമ്പ് പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത്. പശ്ചിമ ബംഗാളിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവിലെത്തിച്ച പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.